തീർച്ചയായിട്ടും രതീഷ്, ഈ ഇന്ത്യൻ ആർമി ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് ഈ ലോഞ്ച് പാഡുകൾ കേന്ദ്രീകരിച്ച് വലിയ ആക്രമണത്തിന് പാക് റേഞ്ചേഴ്സും ഒപ്പം തന്നെ ഭീകരവാദികളും ശ്രമിച്ചിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭാഗത്തുള്ള നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ കഴിയുന്ന സാധാരണ ജനങ്ങളെയും അവിടുത്തെ സുരക്ഷാ സേനകളെയും ലക്ഷ്യമിട്ട് വലിയ ആക്രമണത്തിന് ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ലോഞ്ച് പാഡുകൾ എന്നാണ് പറയുന്നത്. അവിടെ ആയുധങ്ങളുണ്ടായിരുന്നു, ഒപ്പം തന്നെ ഡ്രോണുകളും ഉണ്ടായിരുന്നു. ആ വലിയ ഒരു പദ്ധതിയാണ്, ശത്രുപക്ഷത്തു നിന്നുള്ള വലിയ പദ്ധതിയാണ്, നമ്മുടെ സാധാരണക്കാരെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള വലിയ പദ്ധതിയാണ് ഇന്ത്യൻ കരസേന ഇപ്പോൾ അടിച്ച് നിലംപരിശാക്കിയിരിക്കുന്നത്. 2 രാത്രികൾ ജമ്മു കാശ്മീരിനെ മുൾമുനയിൽ നിർത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ, അതിലൊരു ഡ്രോൺ പോലും, ഒരു ആക്രമണം പോലും നിലം തൊടാൻ ഇന്ത്യൻ സേന പ്രതിരോധ സംവിധാനങ്ങൾ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ സോഴ്സ് എവിടെയാണ് എന്ന് കൃത്യമായി നമ്മളുടെ സേനാ വിഭാഗങ്ങൾ കണ്ടെത്തുകയും അവിടെ പോയി ചുട്ട മറുപടി നൽകിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നമ്മളുടെ ആർട്ടിലറിയിൽ നിന്ന് പോയ ഷെല്ലുകൾ അവിടുത്തെ ലോഞ്ച് പാഡിലുള്ള എല്ലാ ലോഞ്ച് പാഡ് കേന്ദ്രങ്ങളും അടിച്ചു തകർക്കുകയാണ്. ആ മലനിരകൾക്ക് നടുവിൽ നിന്നുകൊണ്ട്, ആ ഹൈറ്റിന്റെ ആധിപത്യം എടുത്തുകൊണ്ടാണ് നമ്മളുടെ സാധാരണക്കാർക്കെതിരെ പാക് റേഞ്ചേഴ്സും ഒപ്പം തന്നെ ഭീകരവാദികളും നിരവധി ഷെല്ലുകൾ എയ്തത്. ആ ഷെല്ലുകൾ എയ്ത അവിടെ നിന്ന് ഡ്രോണുകൾ പറത്തിവിട്ട് ആക്രമിക്കാൻ ശ്രമിച്ച കേന്ദ്രങ്ങളാണ് ഇപ്പോൾ അടിച്ചു തകർത്ത് നിലംപരിശാക്കിയിരിക്കുന്നത്. ഇനി അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല എന്നാണ് കരസേന പങ്കുവെക്കുന്നത്. രതീഷ്, തീർച്ചയായും ഈ സ്ഥിതിവിശേഷം ലഘൂകരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൂടി നോക്കേണ്ടതുണ്ട്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ 2 രാജ്യങ്ങളുമായും സംസാരിച്ചു. പാകിസ്ഥാന്റെ ആർമി ചീഫ് അസീം മുനീറുമായി സംസാരിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ചു. ഇപ്പോൾ പാകിസ്ഥാൻ ഫിനാൻസ് മിനിസ്റ്ററുമായി സൗദി ഫിനാൻസ് മിനിസ്റ്റർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ ഒരു സമവായം ഉണ്ടാക്കാൻ, ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമവായം ഉണ്ടാക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. സൗദി മന്ത്രി ഇന്ത്യയും സന്ദർശിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് അയവ് വരുത്താൻ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് ചില ശ്രമങ്ങൾ നടക്കുന്നു. ഇപ്പോൾ സൗദി അറേബ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ഫൈസൽ ബിൻ ഫർഹാൻ ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് എന്ന വിവരം വരുന്നു. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇനി പ്രകോപനം ഒഴിവാക്കുകയാണ് എങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടിയും ഉണ്ടാകില്ല. ഇന്നും വളരെ കൃത്യമായി ഇന്ത്യ വിശദീകരിച്ച കാര്യം, നേരത്തെ മാർക്കോ റൂബിയോ വിളിച്ചപ്പോൾ എസ് ജയശങ്കർ പറഞ്ഞ കാര്യവും ഇന്ത്യയുടെ നിലപാട് അന്നും ഇന്നും എന്നും മെഷേർഡ് ആൻഡ് റെസ്പോൺസിബിൾ എന്നുള്ളതാണ്. അതായത് വളരെ കരുതിക്കൂട്ടിയുള്ള, അതേസമയം തന്നെ നല്ല അളവിലുള്ള, അതേസമയം തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്വമുള്ള നിലപാടുകളും നടപടികളാകും ഇന്ത്യയുടേത് എന്ന് ഇന്ത്യയും വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയുമാണ്. അതിനിടയിലാണ് ജമ്മു കശ്മീരിലും പഞ്ചാബിലും പാക് പ്രകോപനം തുടരുന്നത്. ഈ പകലിലും ചില അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പത്താൻകോട്ടിൽ 3 വൻ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നതാണ് പുതിയ വിവരം. ഉറിയിൽ വൻ ഷെല്ലാക്രമണമാണ്. ബാരാമുള്ളയിൽ 2 സ്ഫോടനമുണ്ടായി. ശ്രീനഗറിൽ 2 സ്ഫോടനമുണ്ടായി. അതിലൊന്ന് വിമാനത്താവളത്തിന് സമീപത്താണ്. അതിനിടയിൽ പഞ്ചാബിലെ എല്ലാ സ്കൂളുകളും കോളേജുകളും അവിടുത്തെ സ്ഥിതി മോശമായ സാഹചര്യത്തിൽ അടച്ചിട്ടുണ്ട്. ജമ്മുവിലും പഞ്ചാബിലും അതിജാഗ്രത നമ്മൾ തുടരുകയാണ്. ജമ്മു കശ്മീരിലെ സാംബയിൽ ജനവാസ മേഖലയിലേക്ക് വീണ്ടും പാക് ഷെല്ലാക്രമണം ഇന്ന് രാവിലെ ഉണ്ടായി. പത്താൻകോട്ടിലും പുൽവാമയിലും ഹന്ദ്വാരയിലും പൊട്ടിത്തെറിയുണ്ടായി എന്ന വിവരം ഉൾപ്പെടെയാണ് കഴിഞ്ഞ ഈ മണിക്കൂറിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്.